വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മൾ കുറെ ആയിട്ട് ചാലഞ്ച് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം ഒരു പുതിയ ചാലഞ്ച് ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ചാലഞ്ച് പറഞ്ഞാൽ ഈറ്റ് വിത്ത് ചോപ്സ്റ്റിക് ചാലഞ്ച്. അപ്പൊ നമ്മുടെ ഈ ചോപ്സ്റ്റിക് വെച്ചിട്ടാണ് ഇന്നത്തെ ഫുൾ കളി. അപ്പൊ നമുക്ക് 5 റൗണ്ട് ഉണ്ട് ഗൈസ്. അപ്പൊ 5 റൗണ്ടിൽ നമുക്ക് ഡിഫറെന്റ് ഐറ്റംസ് ആണ്. അതൊക്കെ നമ്മുടെ അമ്മയാണ് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ അത് നമുക്ക് ഈ ചോപ്സ്റ്റിക് വെച്ച് കഴിക്കണം. പിന്നെ ഈച്ച് ആൻഡ് എവറി റൗണ്ടില് വിന്നാകാത്ത ആളും ഉണ്ടാകുമല്ലോ. അപ്പൊ വിന്നർക്ക് പ്രൈസ് മണി ഉണ്ട് ഗൈസ്. പിന്നെ പണിഷ്മെന്റ് കപ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ പറയും. ഈ സാധനം കഴിക്കണം. അതാണ് അപ്പൊ പണിഷ്മെന്റ്. ചാലഞ്ച് തുടങ്ങാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ ഐറ്റമാണ് ഡേറ്റ്സ് ഗൈസ്. അപ്പൊ ഗൈസ് ഡേറ്റ്സ് ആണ്. നോക്കാം, അത് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ സ്റ്റാർട്ട്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. वो अलग ही लेवल का बंदा था. अभी मजा आएगा ना भिड़ो. शाबाश बेटा. हाँ എന്തായാലും ഇവിടെ വിന്നറായി ഗൈസ്. എനിക്ക് ഫസ്റ്റ് 2 ഫസ്റ്റ് വേഗം കിട്ടി. അവർക്ക് കിട്ടാണ്ട് അവിടെ തന്നെ ഫസ്റ്റ് ആയി. ഇതാ ഇവളാണ് ഫസ്റ്റ് ലൂസർ. കഴിക്കും. നീ തീർന്നടാ, നീ തീർന്നു. गजब बेइज्जती है. അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇനി സെക്കൻഡ് റൗണ്ടിലേക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ഐറ്റമാണ് ബനാന. അപ്പൊ ഗൈസ് നമ്മൾ ബനാന കട്ട് ചെയ്തെടുത്തു. നമ്മളെല്ലാ റൗണ്ടും പെട്ടെന്ന് തീർക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ആണ് വെക്കുന്നുള്ളൂ. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയേ. അയ്യോ शाबाश बेटा. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. സെക്കൻഡ് റൗണ്ട് അങ്ങനെ ഞാൻ വിജയിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ പ്രൈസ് മണി $200. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. All the dreams like twinkle stars. ഗൈസ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. 2 റൗണ്ടും ഫുൾ കോൺഫിഡൻസോടെ തോറ്റാണ്. തേർഡ് റൗണ്ട് എന്തായാലും നോക്കും, ഞാൻ ജയിക്കും. തേർഡ് റൗണ്ടെങ്കിലും ഞാൻ ജയിക്കും എന്നാണ് ഞാൻ ജയിക്കും. അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ടില് ഐറ്റമാണിത്.
ആൽമണ്ട്സ്. ഗൈസ് നമ്മൾ 5 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാണിക്കാൻ കാരണം പെട്ടെന്ന് റൗണ്ട് തീർക്കണമല്ലോ എന്താണ്, പിന്നെ ഇതും കൊണ്ട് കഴിക്കാൻ കിട്ടണം. അതാണ് മെയിൻ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. വീണ്ടും അങ്ങനെ ഹാട്രിക് അടിച്ച് ഞാൻ തോറ്റിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല നമ്മള് തോക്കും. वो अलग ही लेवल का बंदा था. ഞാനെന്നെ എന്താ ചെയ്യ, ഞാനെന്നെ 3 റൗണ്ട്സ് ആയിട്ട് ഞാൻ തന്നെയാണ് വിന്നർ, ലൂസർ. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ. അങ്ങനെ ഇന്ന് തിന്നതൊന്നൊരു വഴിക്കാന്ന് തോന്നുന്നു. വൻ പരാജയം. നീ തീർന്നടാ, നീ തീർന്നു. ഗൈസ് അങ്ങനെ 4th റൗണ്ട് നമ്മൾ എത്തി. 3 റൗണ്ടും ഞാൻ ഫെയിലായി. ഇനി അടുത്ത റൗണ്ട് എങ്ങനെ നമുക്ക് പിടിക്കണം. ഇവിടെ തന്നെ പ്രൈസ് മണി ജയിച്ചാൽ അത് ശരിയല്ല, നമുക്കും കിട്ടണം. നമുക്ക് എന്തായാലും 4th റൗണ്ടിലേക്ക് കിടക്കാം. അപ്പൊ 4th റൗണ്ടിലെ ഐറ്റം ആണ് ബിസ്ക്കറ്റ്സ്. ഇത് കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു എനിക്ക് കാണുമ്പോ. ഞാൻ ജയിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ആ, അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഒരു ബിസ്ക്കറ്റ്. അയ്യോ ബിസ്ക്കറ്റോ. ആ യെസ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആക്ച്വലി ഞാൻ വിട്ടുകൊടുത്താണ്. 3 റൗണ്ട് ഞാൻ ജയിച്ചില്ല. അതുകൊണ്ട് 1 റൗണ്ട് ഇരുന്നോട്ട് ജയിച്ചോട്ടുണ്ട് ഞാൻ വിട്ടുകൊടുത്താണ്. അങ്ങനെ ഈ റൗണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ വീണ്ടും ഫസ്റ്റ് ടൈം നീയാണ് 3 റൗണ്ട് തോറ്റത്. ഫസ്റ്റ് ആയിട്ട് തോറ്റിരിക്കുന്നു. അപ്പൊ എന്റെ പ്രൈസ് മണി എനിക്ക് 3 എണ്ണമായി. എനിവേ ഫസ്റ്റ് കഴിച്ചോളൂ. അയ്യോ ഗൈസ്, കൊല്ല് ഇതിലും വേഗം അങ്ങ് മരിക്കുന്ന. ഗൈസ് അങ്ങനെ 4th റൗണ്ട് ഞാൻ ജയിച്ചു. പ്രൈസ് മണി കിട്ടി. ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് പോയി ഗൈസ്. അപ്പൊ ഞാൻ 3 റൗണ്ടാണ് കഴിച്ചത്. അപ്പൊ എന്റെ അവസ്ഥ
അപ്പൊ ഇനി നമുക്ക് 5th റൗണ്ടിലേക്ക് പോവാം. പക്ഷെ 5th റൗണ്ടിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. നമുക്ക് പ്രൈസ് മണി വിന്നറിന് 500 ആണ്, ലാസ്റ്റ് റൗണ്ട് ആണ്. വിന്നറിന് 500 റുപ്പീസ് പ്രൈസ് മണി. ഏറ്റവും ഇത്രയും റൗണ്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസ് മണിയാണ്. ലൂസറിന് പിന്നെ തന്നെ. Okay. അപ്പൊ നമ്മുടെ 5th റൗണ്ടിലെ ഐറ്റം ആണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഗൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഈസ് റെഡി. ഇതും കുറച്ച് ഡിഫിക്കൽട്ട് ഇത് ടാസ്ക് ആണ്. നമ്മുടെ ബനാന പോലെ തന്നെ കുറച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. अब तू गया बेटा, अब तू गया, देख तेरी औकात मैं दिखाता हूँ तुझे. അയ്യോ ഇത് കിട്ടുന്നില്ല. അയ്യോ ഒരു പീസെങ്കിലും തിന്നാൻ പറ്റുന്ന എനിക്ക്. അയ്യോ I'm sorry. അയ്യോ Go, 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 go. One eternity later. Oh no. Very hard guys. ഇത്ര റൗണ്ടില് ഇതാണ് ഏറ്റവും ഹാർഡ്. എനിക്ക് തോന്നി ഇത് ഹാർഡ് ആയിരിക്കും. अभी मजा आएगा ना ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. No, 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 no. അത് കറക്റ്റ് ഹാൻഡിൽ ചെയ്യണം. എന്നാ പിന്നെ ഞാനിങ്ങനെ തിന്നേ. गजब बेइज्जती है. No, no, no. ഡിസ്ക്വാളിഫൈ ആവേ, ഡിസ്ക്വാളിഫൈ ആവേ. കിട്ടുന്നില്ല അതുകൊണ്ട് ചെയ്തതാ. ഫസ്റ്റ് ഞാനാ കഴിച്ചത്, അപ്പൊ ഞാനായിരിക്കും വിന്നർ. നമുക്കൊരു കാര്യം ചെയ്ത് എന്തായാലും എടുക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എന്തായാലും ഒരു പീസ് കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീസ് ഞാനാ കഴിച്ചത്. അപ്പൊ എന്തായാലും ഇവിടെ വിന്നറായി നമുക്ക് പ്രഖ്യാപിക്കാം. എനിക്ക് എടുക്കാൻ കിട്ടാത്തോണ്ട് അതില് 3 പീസ് എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്നും തീരുന്നു തോന്നുന്നില്ല. സോ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെ ഞാൻ ചെയ്തതാ. പക്ഷെ അതാണ് ഡിസ്ക്വാളിഫൈ ആയത്. ഓക്കേ 500 rupees guys. Again she is the failure. And the total price money ഞാൻ കാണിച്ചു തരാം. See this, see. Ha. എനിക്ക് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് മതിയായതാണ്. അങ്ങനെ നമ്മുടെ ചാലഞ്ച് ഇവിടെ ഫിനിഷ് ആയിരിക്കുന്നു. ആക്ച്വലി ഫസ്റ്റ് റൗണ്ട് എല്ലാ റൗണ്ടും ഏകദേശം നമ്മുടെ ബനാന റൗണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബനാന ലാസ്റ്റ് റൗണ്ട് Last. ഡിഫിക്കൽട്ട്. ഗൈസ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും എടുത്തിട്ട് കിട്ടുന്നേ ഇല്ല. അത് ആ റൗണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് ഇവൾക്ക് എങ്ങനെ ഒരു പീസ് കിട്ടി. അതുകൊണ്ട് പിന്നെ വിന്നറായി പ്രഖ്യാപിച്ചു. നമ്മൾ പ്രൈസ് മണിയും കിട്ടി. അപ്പൊ ഷീസ് ദ വിന്നർ. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിട്ട് ഇനി നിനക്ക് സജഷനിൽ പറയാം, കമന്റ് പറയാം. ഈ ചാലഞ്ച് എങ്ങനെയുണ്ടെന്ന് അത് കമന്റിൽ എന്തായാലും പറയാ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് വേണോ വേണ്ടയോ ഇതൊക്കെ കമന്റിൽ സജഷൻസ് നിങ്ങൾക്ക് ഇടാം കേട്ടോ ഗൈസ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരും ഗൈസ്. അപ്പൊ അതുവരയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനല്. ഇനി സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.